ഹായ് വെൽക്കം. ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചക്കക്കുരു മാങ്ങ കറി. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല. ഞാനിവിടെ മാങ്ങ എടുത്തിരിക്കുന്നത് നല്ല ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ചിരണ്ടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഒരു അരമുറി തേങ്ങ ഇതുപോലെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറുള്ളി. ഓക്കെ, അത് ഇതേപോലെ തൊലി ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ. ഓക്കെ, നല്ല പുളിയ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ്. അതിങ്ങനെ ചെറുതാക്കിയിട്ടൊന്ന് പീസാക്കി കട്ട് ചെയ്തിട്ട് വെള്ളം കൂടി ചേർത്താണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയിൽ ഇട്ട് വെച്ചിരുന്ന മുളക്, അതൊരു 3-4 പീസ് അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചക്കക്കുരു നന്നായിട്ട് കഴുകി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് ആവശ്യത്തിന് വേണ്ടവർക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു അര സ്പൂണ് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം. ഓക്കെ, ഒരുപാട് ചേർക്കണ്ട, എല്ലാം കൂടെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഒന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. വെന്ത് വരുന്നത് കുറച്ച് സമയം എടുക്കും. കാരണം ചക്കക്കുരു ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടും തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാനുള്ളതാണ്. ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെറുള്ളി, ഒരു 3-4 ചെറുള്ളിയും കൂടെ നന്നായിട്ട് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയിടുക. ഓക്കെ, ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ശേഷം നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ചെറിയൊരു തിള വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും കറിക്ക്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ സാധാ മാങ്ങ, പച്ച മാങ്ങ ഇടുന്ന പോലെയല്ല, ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് ഒന്നുകൂടെ വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലായിടത്തും ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാ മാങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. താങ്ക് യു.